MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെളുത്തുള്ളി അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇതിനായി 250 ഗ്രാം വെളുത്തുള്ളി തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. വലിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ 2 മുറിച്ചിടണം. ഇനി 2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 4 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും വേണം. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ പഞ്ചസാര, 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 കപ്പ് വിനാഗിരി, 1/2 കപ്പ് നല്ലെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. അച്ചാർ നല്ലെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അതുപോലെ കൂടുതൽ ദിവസം കേടാകാതെ ഇരിക്കാനും നല്ലെണ്ണ തന്നെയാണ് നല്ലത്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയും ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായി ഒന്ന് വാടി വരുന്നത് വരെ വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. വെളുത്തുള്ളി നന്നായി വാടി വരണം. പകുതി വേവാകുന്നത് വരെ വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് പൊടികളൊന്ന് മൂക്കുന്നത് വരെ വഴറ്റണം. പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വിനാഗിരി ചേർക്കാം. പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനൊരു 1/4 കപ്പ് തിളച്ച വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് ചാറോട് കൂടിയാണ് വേണ്ടതെങ്കിൽ വെള്ളം ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. അല്പം ഉപ്പ് കുറവുണ്ട്. കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു അച്ചാറാണിത്. എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്